ഈ കാണുന്ന ചെടിയാണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ. സാധാരണ കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണല്ലേ. ഇതിൻ്റെ ഇലയും ഒന്നുകൂടി വ്യത്യസ്തമാണ്. പല കാരണങ്ങൾ കൊണ്ടും യെസ്റ്റർഡേ ടുഡേ ടുമോറോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ്. നാടൻ വെറൈറ്റി ആണെങ്കിൽ ചെടികളിൽ പൂക്കൾ വിരിയാൻ തുടങ്ങുമ്പോൾ പരിസരത്തെങ്ങും മണവും പരക്കും. ഈ ഒരു ചെടിയുടെ നാടൻ വെറൈറ്റിയിൽ ഉണ്ടാകുന്ന പൂക്കൾക്ക് നല്ല സ്മെല്ലാണ്. പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റിക്ക് ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നായി മാറുന്നത്. അതിലൊരു കാരണമാണ് ഇങ്ങനെ തിങ്ങി അടുങ്ങി നിൽക്കുന്ന പൂക്കൾ. അതുപോലെ തന്നെ ഈ ഒരു ചെടിയിൽ തന്നെ 3 കളറിലാണ് പൂക്കൾ കാണാൻ പറ്റുക. ഇത് നോർമൽ ലീഫ് വരുന്ന ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് കേട്ടോ. പൂക്കൾ നമ്മൾ ആദ്യം കണ്ട ചെടിയിലെ പോലെ തന്നെയാണ്. ഒരേ ചെടിയിൽ 3 കളറിൽ പൂക്കളുണ്ടാവും. ഇത് കണ്ടില്ലേ, വൈറ്റും വയലറ്റും ലൈറ്റ് വയലറ്റും കളറിൽ നിറഞ്ഞങ്ങനെ പൂക്കൾ നിൽക്കും. ആർക്കാണല്ലേ ഇങ്ങനെ ഒരേ ചെടിയിൽ 3 കളറിൽ പൂക്കൾ കാണാൻ ഇഷ്ടമല്ലാത്തത്? ഒരേ പൂവ് 3 ദിവസം 3 കളറിലായിരിക്കും കേട്ടോ. വിരിയുന്നത് നല്ല വയലറ്റ് കളറിലായിരിക്കും. പക്ഷേ പിറ്റേ ദിവസം ആ കളറങ്ങ് മങ്ങി നല്ലൊരു ലൈറ്റ് വയലറ്റ് കളറാവും. അത് പിന്നെ ഒരു ലൈറ്റ് റോസിലേക്കും വൈറ്റിലേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് മാറും. നമുക്ക് എല്ലാ ദിവസവും ഇതിനകത്ത് 3 കളറിൽ ഇതുപോലെ പൂക്കൾ കാണാൻ പറ്റും. വലിയ കെയറിങ് ഒന്നുമില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വളങ്ങളിട്ട് കൊടുത്താൽ മതി. വേറെ ബുദ്ധിമുട്ടൊന്നും ഈ ഒരു പ്ലാന്റ് കൊണ്ടില്ല. ഇതിൻ്റെ ചെടികൾ നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ്. ഗ്രീൻ ലീഫിൽ വരുന്നതാണെങ്കിലും വെരിഗേറ്റഡ് ലീഫിൽ വരുന്നതാണെങ്കിലും പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സുമായിട്ട് കാണാം.